ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ കണ്ടിട്ട് ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ദുർഗാദേവിയെ കണ്ടിട്ട് ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ടോ? നമ്മൾ രണ്ടുപേരും അമ്മ എന്ന് തന്നെയാണല്ലേ വിളിക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അമ്മയെ ദുർഗാദേവിയായിട്ടും ദുർഗാദേവിയെ അമ്മയായിട്ടും തോന്നിയിട്ടുണ്ട് എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടും. എന്തുകൊണ്ടാണെന്നല്ലേ പറഞ്ഞുതരാം. അതായത് ആ ഒരു ദേവീ രൂപം നമുക്ക് സ്ത്രീകൾക്ക് വലിയൊരു മെസ്സേജ് തന്നെ തരുന്നുണ്ട്. എന്താണെന്നോ? കാരണം നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഒബ്സർവ് ചെയ്താൽ മതി. കാരണം നിങ്ങളുടെ അമ്മ അടുക്കളയിൽ നിന്ന് രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും ഒന്നിച്ചുണ്ടാക്കുന്നുണ്ടാവും. അതിൻ്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും പോയി ചോദിച്ചു കഴിഞ്ഞാൽ അത് കേട്ട് നിങ്ങൾക്ക് അതിനുള്ള പ്രോപ്പർ റിപ്ലൈ തരുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ അമ്മ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്, അതും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാസ്ക് ഒരേ സമയം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? സ്ത്രീകൾക്കുണ്ട്. നിങ്ങളെല്ലാ അമ്മമാരെയും നോക്കിക്കോ, അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീടിനുള്ളിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കൊന്നും വലിയ വിലയില്ലാത്തത്. അപ്പോൾ പക്ഷേ ആ ഇൻ്റലിജൻസ് തന്നെ നിങ്ങളൊന്ന് നല്ലപോലെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കത് പ്രൊഫഷണലി അതിനെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ. അല്ലാതെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് കുടുംബമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഷെൽഫിനകത്ത് വെച്ചിട്ട് പിന്നീട് ഭർത്താവിനോടും മക്കളോടും നിങ്ങൾ കാരണമാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനൊന്നും ചെയ്യാതിരുന്നത്, ഞാൻ എവിടെ എത്താതിരുന്നത്, ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫ് സാക്രിഫൈസ് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ആ ഒരു ദേവീ രൂപം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്ത്രീയാണോ, അമ്മയാണോ, മകളാണോ, ഭാര്യയാണോ, വാട്ട് എവർ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ മൾട്ടിപ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങളൊന്ന് നോക്കൂ, ഒരു ലേഡി സോൾജർ ആയിക്കോട്ടെ, അതേ സമയം തന്നെ അവർ ഭാര്യയായിരിക്കും, അമ്മയായിരിക്കും, അവർ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാവും, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ബാലൻസ് ചെയ്ത് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. പണ്ടുള്ള ആൾക്കാർ പറയും, ഒരു തോണിയിലെ കാല് വെക്കാൻ പാടുള്ളൂ, എന്നാൽ മാത്രമേ അത് കരക്കെത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ, രണ്ട് തോണി കാല് വെച്ചാൽ രണ്ട് തോണിയും ചിലപ്പോൾ മുങ്ങിപ്പോകുന്നു. ഒരിക്കലുമല്ല. ഈ ഒരു ദേവീ രൂപം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജാണ്, നിങ്ങൾക്ക് എത്ര തോണിയിൽ വേണമെങ്കിലും ഒരേ സമയം കാല് വെക്കാം. എന്ത് മാത്രം മതി? ആ തോണിയുടെയൊക്കെ ബാലൻസ് നിങ്ങളുടെ കയ്യിലിരുന്നാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ഒന്നിച്ച് പ്രോപ്പറായിട്ട് കരക്കെത്തിക്കാൻ പറ്റും. ബിക്കോസ് നിങ്ങൾ സ്ത്രീകൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞത് ആ ദേവീ രൂപം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ വരേണ്ടതെന്ന് അറിയോ? ഭക്തിയേക്കാൾ കൂടുതൽ ഇൻസ്പിറേഷനാണ്. ആൻഡ് നിങ്ങൾ അങ്ങനെ ഇൻസ്പയർഡ് ആവുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അമ്മയെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുക. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾ തീർച്ചയായിട്ടും പ്രൊഫഷണലി എന്താവും? സക്സസ്ഫുൾ ആയിരിക്കും.